IPLന്റെ 18ാം സീസൺ ആരാധകരെ യഥാർത്ഥത്തിൽ വീണ്ടും നിരാശപ്പെടുത്തുകയാണ്. 5 പ്രാവശ്യം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് നിലവിൽ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുമില്ല. ജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ചില മത്സരങ്ങളിൽ പോലും മുംബൈക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് യഥാർത്ഥത്തിൽ തോൽവിയായിരുന്നു. ഏറ്റവും അവസാനം ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ നടന്ന ത്രില്ലറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് 12 റൺസിന് ഹർദിക് പാണ്ഡ്യയും സംഘവും പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. നിലവിൽ 2 പോയിന്റ് മാത്രമുള്ള മുംബൈ ലീഗിൽ 8ാം സ്ഥാനത്താണ് ഉള്ളത്. 5 മത്സരങ്ങളിൽ ടീം വിജയിച്ചത് 1-ൽ മാത്രമായിരുന്നു. ശേഷിച്ച 4-ലും ടീം തോൽവിയിലേക്കാണ് വീണത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നേടിയ 8 വിക്കറ്റിന്റെ വിജയം മാത്രമാണ് മുംബൈക്ക് ആശ്വാസമായി ആകെയുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, ലക്നൗ സൂപ്പർ ജയൻസ്, RCB എന്നീ 4 ടീമുകളോട് അവർ കീഴടങ്ങി. ഇതിൽ LSG, RCB എന്നിവയ്ക്കെതിരെ അവസാന 2 കളിയിൽ വിജയപ്രതീക്ഷ നൽകിയ ശേഷമായിരുന്നു മുംബൈ കീഴടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് അവർ ഫിനിഷും ചെയ്തത്. ഈ സീസണിലും അത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ മുംബൈ ശ്രമിക്കും. പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാനായാൽ മാത്രമായിരിക്കും മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. IPLന്റെ പ്രാഥമിക റൗണ്ടിൽ ഓരോ ടീമിനും 14 മത്സരങ്ങൾ വീതമുണ്ട്. ഇവയിൽ 5 എണ്ണം മുംബൈ ഇന്ത്യൻസ് കളിച്ചു. അവയിൽ ജയിക്കാൻ കഴിഞ്ഞത് 1-ൽ മാത്രമാണ്. മുൻ സീസണുകൾ നോക്കുകയാണെങ്കിൽ സാധാരണയായി 16 പോയിന്റെങ്കിലും നേടുന്ന ടീമിന് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ ചില സീസണുകളിൽ 14 പോയിന്റ് നേടിയ ചില ടീമുകളും പ്ലേ ഓഫിൽ കടന്നു. പക്ഷേ 16 പോയിന്റ് തന്നെയാണ് പ്ലേ ഓഫിന് സേഫ് എന്നും പറയുവാൻ കഴിയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നമ്പറിലെത്താൻ മുംബൈക്ക് ഇനി 14 പോയിന്റ് കൂടി ആവശ്യമാണ്. ഈ സീസണിൽ 9 മത്സരങ്ങളാണ് മുംബൈക്ക് ബാക്കിയായി അവശേഷിക്കുന്നത്. ഇതിൽ 7 എണ്ണം വിജയിക്കാനായാൽ മാത്രമേ അവർക്ക് 14 പോയിന്റ് നേടാൻ സാധിക്കൂ. 9-ൽ 7-ലും ജയിക്കുക എന്നത് മുംബൈക്ക് ഏറെ നിർണായകമായിരിക്കും. എന്നാൽ അത് ഒരിക്കലും അസാധ്യവുമല്ല. നേരത്തെ ചില ഗംഭീര തിരിച്ചുവരവുകൾ നടത്തി ടൂർണമെന്റിലേക്ക് ശക്തമായി മടങ്ങിവന്ന ചരിത്രവും മുംബൈക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി എഴുതിത്തള്ളാനും കഴിയുകയില്ല. ഈ സീസണിൽ മോശം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരുമായി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മുംബൈ ഉറപ്പായും ജയിക്കുകയും വേണം. അതോടൊപ്പം ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവർ കരുത്തരായ എതിരാളികൾക്കെതിരെയും ജയത്തിനു വേണ്ടി തന്നെ മുംബൈ ശ്രമിക്കണം. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കൂടി ഇപ്പോൾ മടങ്ങിയെത്തിയതിനാൽ മുംബൈ കൂടുതൽ ശക്തരാവുകയാണ്. അതിനാൽ ഇനിയുള്ള കളികൾ ജയിക്കുക ശരിക്കും അസാധ്യവുമല്ല. ഇനിയുള്ള മത്സരങ്ങളെ ജയിക്കുന്നതിനൊപ്പം നെറ്റ് റൺ റേറ്റും മെച്ചപ്പെടുത്താൻ മുംബൈ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിൽ നെറ്റ് റൺ റേറ്റ് അവർക്ക് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്.